നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് 2024 പാർട്ട് 16. COP 29 2024 വേദി ബാക്കു, അസർബൈജാൻ. 2024 നവംബറിൽ 9.1 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ ലോകത്തിലെ ആദ്യ സ്റ്റാർട്ടപ്പ് റോബോട്ട് ആയ എയ്ഡ വരച്ച ചിത്രം AI കോഡ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് കോൺക്ലേവ് 2024 വേദി തിരുവനന്തപുരം. FIH ഹോക്കി സ്റ്റാർ അവാർഡ്സ് 2024 ജേതാക്കൾ: മികച്ച പുരുഷ താരം ഹർമൻപ്രീത് സിംഗ് ഇന്ത്യ, മികച്ച വനിതാ താരം ഇബി ജാൻസൺ നെതർലാൻഡ്സ്, മികച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷ് ഇന്ത്യ. 2024 നവംബറിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസം ഓസ്ട്ര ഹിന്ദ് 2024. 2024 നവംബറിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് JB വാൻസ്. 2024 ബുക്കർ പുരസ്കാരത്തിന് അർഹയായത് സാമന്ത ഹാർവേ. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം. 2024 നവംബറിൽ എയർ ഇന്ത്യയിൽ ലയിക്കുന്ന ടാറ്റയുടെ കീഴിലുള്ള എയർലൈൻ ബ്രാൻഡ് വിസ്താര. രൂപീകൃതമായതിൻ്റെ 25ാം വാർഷികം 2024 നവംബറിൽ ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. 2024 നവംബറിൽ കൊച്ചി കായലിൽ ലാൻഡ് ചെയ്ത കാനഡയിൽ നിന്നുള്ള സീപ്ലെയിൻ ഏതാണ്? ഡി ഹാവിലാൻഡ്, കാനഡ. 2024 നവംബറിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്ക് വാൾസ്. 2024 നവംബറിലെ കേന്ദ്ര നിർദ്ദേശപ്രകാരം ജനങ്ങളിലേക്ക് എത്തുന്ന പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യൻ GPS സംവിധാനം നാവിക്. കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് എവിടെയാണ് ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത്? കൊട്ടാരക്കര. ഭരണരംഗത്ത് ടിയാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായി ഏത് വാക്ക് ഉപയോഗിക്കരുതെന്നാണ് സംസ്ഥാന ഭരണപരിഷ്കരണ വകുപ്പ് 2024 നവംബറിൽ ഉത്തരവിറക്കിയത്? ടിയാമി. 2024 നവംബറിൽ അന്തരിച്ച വിഖ്യാത ബ്രിട്ടീഷ് നടൻ ടിമോത്തി വെസ്റ്റ്. 2024 നവംബറിൽ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജായബ് ഇക്രാം. ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ISF 2024 പുരസ്കാരം നേടിയ മലയാളി മഹ്മൂദ് കൂരിയ. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. 2024 നവംബറിൽ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നേടിയ ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി. 2024 നവംബറിൽ യൂറോപ്യൻ യൂണിയൻ ഏത് കമ്പനിക്കെതിരെയാണ് 800 മില്യൺ യൂറോസ് പിഴയിട്ടത്? മെറ്റ. കമലാദേവി ചതോപാധ്യ NIF ബുക്ക് പ്രൈസ് 2024 നേടിയത് അശോക് ഗോപാൽ. അംബേദ്കറിൻ്റെ ജീവചരിത്രമായ എ പാർട്ട് അപ്പാൺ ദ ലൈഫ് ആൻഡ് തോട്ട് ഓഫ് PR അംബേദ്കർ എന്ന കൃതിക്കാണ് പുരസ്കാരം. 2024 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയ റോക്കറ്റ് പിനാക്ക വെപ്പൺ സിസ്റ്റം. 2024 നവംബറിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് നവീൻ ചന്ദ്ര രാംഗുലാം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ 3 സെഞ്ചുറികൾ നേടിയ ആദ്യ താരം സഞ്ജു സാംസൺ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റ് നേട്ടം കൈവരിച്ച മൂന്നാമത്തെ താരം അൻഷുൽ കാംബോജ്, ഹരിയാന. 2024 നവംബറിൽ US ഹെൽത്ത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് F കെന്നഡി ജൂനിയർ. 2024 നവംബറിൽ അന്തരിച്ച ജപ്പാനിലെ മുതിർന്ന രാജകുമാരി പ്രിൻസസ് യുറിക്കോ. പ്രായപൂർത്തിയാകാത്ത ഭാര്യയുമായുള്ള ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മാനഭംഗത്തിൻ്റെ പരിധിയിൽ വരുമെന്ന വിധി 2024 നവംബറിൽ പുറപ്പെടുവിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി. 2024 നവംബറിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് പുറത്തിറക്കിയ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് PNB പലാഷ് ഡെബിറ്റ് കാർഡ്. 2024 നവംബറിൽ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഇന്ത്യ. വിക്ഷേപണ സ്ഥലം APJ അബ്ദുൽ കലാം ദ്വീപ്, ഒഡീഷ. വേഗത മാക് 5 മുതൽ 20 വരെ.
ഹൈപ്പർസോണിക് മിസൈൽ ഉള്ള മറ്റു രാജ്യങ്ങൾ അമേരിക്ക, റഷ്യ, ചൈന. ആമസോൺ സന്ദർശിക്കുന്ന ആദ്യ US പ്രസിഡന്റ് ജോ ബൈഡൻ. 2024 നവംബറിൽ നൈജീരിയയുടെ 2ാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ നൈജർ ലഭിച്ച ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി. 2024 മിസ് യൂണിവേഴ്സ് 73ാമത് നേടിയത് വിക്ടോറിയ കാജിർ, ഡെൻമാർക്ക്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് റിയ സിംഗ. 43ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൻ്റെ വേദി ന്യൂഡൽഹി. 2024 നവംബറിൽ ബിർസ മുണ്ടയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ന്യൂഡൽഹി. രാജ്യത്തെ ആദ്യ 24x7 ഓൺലൈൻ കോടതി എവിടെയാണ്? കൊല്ലം. 2024 നവംബറിൽ അന്തരിച്ച സുപ്രസിദ്ധ ബംഗാളി അഭിനേത്രി ഉമാ ദാസ്ഗുപ്ത. സത്യജിത് റായിയുടെ ക്ലാസിക്കൽ ചലച്ചിത്രം മദർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം 2024 ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേതാക്കൾ മലപ്പുറം. 2024 നവംബറിൽ അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പ്രസ് സെക്രട്ടറിയായിരുന്ന വ്യക്തി SM ഖാൻ. ATP ടെന്നീസ് കിരീടം 2024 ജേതാവ് ജാനിക് സിന്നർ. 2024 നവംബറിൽ ഇന്ത്യയുടെ CAG ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് K സഞ്ജയ് മൂർത്തി. 2024 നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര. 55ാമത് IFFI 2024 ഉദ്ഘാടന ചിത്രം ബെറ്റർ മാൻ. ഇന്ത്യയും ഏത് രാജ്യവുമായുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി? ഇന്തോനേഷ്യ. 2024 നവംബറിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ചെയർമാൻ ആയി നിയമിതനായത് അർവിന്ദർ സിംഗ് സാഹ്നി. 2024 നവംബറിൽ കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് പ്രഖ്യാപിച്ച പുരസ്കാരത്തിൽ രാജ്യത്തെ ബേഴ്സ് മറൈൻ സ്റ്റേറ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം. ബേഴ്സ് മറൈൻ ഡിസ്ട്രിക്റ്റ് കൊല്ലം. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ചൈനയെ തോൽപ്പിച്ചു. 19ാമത് G20 സമ്മിറ്റ് 2024 വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 നവംബറിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചിക 2025 CCPIയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ആദ്യ 3 സ്ഥാനങ്ങൾ ഒരു രാജ്യവുമില്ല. 4ാം സ്ഥാനം ഡെൻമാർക്ക്. വനിതകളുടെ അമ്പെയ്ത്ത് GI ഓപ്പൺ 2024 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ജ്യോതി സുരേഖ വെനാം. 2024 നവംബറിൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച ഇതിഹാസ താരം റാഫേൽ നദാൽ സ്പെയിൻ. 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടം ഏറ്റവും കൂടുതൽ തവണ നേടിയിട്ടുള്ള താരം 14 തവണ. അവസാന മത്സരം 2024 ഡേവിസ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡിന് എതിരെ. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്ന ടൂർണമെന്റ് ആണ് ബോർഡർ ഗവാസ്കർ ക്രിക്കറ്റ് ട്രോഫി? ഇന്ത്യ, ഓസ്ട്രേലിയ. 2024 നവംബറിൽ അന്തരിച്ച ബ്രിട്ടീഷ് മുൻ ഉപപ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ വ്യക്തി ജോൺ പ്രെസ്കോട്ട്. 2024 നവംബറിൽ ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻസ് നേടിയത് നരേന്ദ്രമോദി. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് വേവ്സ്. 2024 നടന്ന ഇന്ത്യ ഒമാൻ സംയുക്ത നാവികാഭ്യാസം നസീം അൽ ബഹർ. 2024 നവംബർ 22 അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനും നാടകകൃത്തുമായ വ്യക്തി ഓംചേരി NN പിള്ള. 1972 പ്രളയം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2010 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2020 ആകസ്മികം ഓംചേരിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പ്രഥമ കേരള പ്രഭ പുരസ്കാരം 2022 ജേതാവ്. പ്രധാന കൃതികൾ: ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു, ചെരുപ്പ് കടിക്കില്ല, പ്രളയം. കാംബ്രിഡ്ജ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ 2024 മാനിഫെസ്റ്റ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ 2023 കേളപ്പജി പുരസ്കാര ജേതാവ് PV ചന്ദ്രൻ. 7th എഡിഷൻ ഓഫ് ദ അസോചാം AI ലീഡർഷിപ്പ് മീറ്റിൻ്റെ 2024 വേദി ന്യൂഡൽഹി. ദരിദ്ര രാജ്യങ്ങളെ വിപണിയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ 2024 ഡിസംബറോടെ സീറോ ടാരിഫ് നയം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചൈന. 2024 നവംബറിൽ കേരള ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ: രാഹുൽ മാങ്കൂട്ടത്തിൽ UDF പാലക്കാട്, പ്രിയങ്ക ഗാന്ധി
UDF വയനാട്, UR പ്രദീപ്, LDF ചേലക്കര. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ തുടർച്ചയായി 3 സെഞ്ചുറികൾ നേടിയ ആദ്യ താരം തിലക് വർമ്മ. 2024 നവംബറിൽ ബ്ലൂംബെർഗ് ബില്യനേഴ്സ് ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായി ചരിത്രത്തിൽ 1-ാം സ്ഥാനം നിലനിർത്തിയത് ഇലോൺ മസ്ക്. KSRTCയുടെ ചരിത്രത്തിലെ 2ാമത്തെ വനിതാ ബസ് ഡ്രൈവർ രാജി കാട്ടാക്കട. ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി സിംഗപ്പൂർ. ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ് 2024 വേദി ന്യൂഡൽഹി. UN അന്താരാഷ്ട്ര സഹകരണ വർഷം 2025. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡാഷോ സ്ട്രിംഗ് ടോബ്ഗെ പങ്കെടുക്കും. IPL ക്രിക്കറ്റ് ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം ഋഷഭ് പന്ത് 27 കോടി ലക്നൗ സൂപ്പർ ജയൻസ്. വിലയേറിയ രണ്ടാമത്തെ താരം ശ്രേയസ് അയ്യർ 26.75 കോടി പഞ്ചാബ് കിങ്സ്. 2024 നവംബറിലാണ് മെഗാലയലം നടന്നത്. 2024 നവംബറിൽ നടന്ന ഫോർമുല 1 കാറോട്ട മത്സര ജേതാവ് മാക്സ് വെർസ്റ്റെപ്പൻ. 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ഉപമന്യു ചാറ്റർജി ബീഹാർ. നോവൽ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട മലയാള കൃതി മാരിയ ജസ് മാരിയ. രചയിതാവ് സന്ധ്യ മേരി. വിവർത്തക ജയശ്രീ കലാത്തിൽ. ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26. 2024 IPL മെഗാലയലത്തിൽ 1.10 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽ സ്വന്തമാക്കിയ 13 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി. മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ സംവിധാനം ചെയ്തത് വേണു നായർ. 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരൻ ബ്രെയ്റ്റൻ ബാച്ച്. 2024 നവംബറിൽ അന്തരിച്ച സുപ്രീം കോടതി മുൻ ജഡ്ജിയും കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമായിരുന്ന വ്യക്തി M ജഗന്നാഥ റാവു. ഇന്ത്യയിലെ ആദ്യ നൈറ്റ് സഫാരി പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? ലക്നൗ, ഉത്തർപ്രദേശ്. ആദ്യ ഖോ ലോക വേദി IGI സ്റ്റേഡിയം ന്യൂഡൽഹി 2025. ജലദൗർബല്യത്തെ തുടർന്ന് 2024 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഇക്വഡോർ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി ബീഹാർ. 2024 നവംബറിൽ ഇന്ത്യ പിനാക്ക വെപ്പൺ സിസ്റ്റം കയറ്റുമതി ചെയ്ത രാജ്യം അർമേനിയ. M മുകുന്ദൻ്റെ ഏത് നോവലിൻ്റെ 50ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. 2024 നവംബറിൽ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഇൻ്ററിം വൈസ് ചാൻസലറായി നിയമിതയായത് ഡോക്ടർ സീസ തോമസ്. 2024 നവംബറിൽ കേരള സാങ്കേതിക സർവകലാശാല APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്ററിം വൈസ് ചാൻസലറായി നിയമിതനായത് K ശിവപ്രസാദ്. ദക്ഷിണ കൊറിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസങ് ബയോപിക്സ് വ്യവസായ ഗ്രൂപ്പിൻ്റെ ചരിത്രത്തിൽ സ്ഥാപക കുടുംബത്തിന് പുറത്തുനിന്നുള്ള ആദ്യ വനിതാ CEO കിം ക്യൂങ് ആൻ. 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി നേടിയ താരം യുർവി പട്ടേൽ. 28 പന്തുകൾ ഗുജറാത്ത്. 2024 സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടൂർണമെൻറ്റിൽ ആണ് ഈ നേട്ടം. അണ്ടർ 8 വേൾഡ് കാഡറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ജേതാവായ ഇന്ത്യൻ താരം ദിവിത് റെഡ്ഡി, തെലങ്കാന. 2024 നവംബറിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഹിമന്ത് സോറൻ 4ാം തവണ. 2024 നവംബറിൽ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച വനിതാ ടെന്നീസ് താരം ഇഗ സ്വിയാടെക്, പോളണ്ട്. 2024 നവംബറിൽ ആണവ അന്തർവാഹിനിയായ INS അരിഹട്ടിൽ നിന്ന് പരീക്ഷിച്ച ആണവശേഷിയുള്ള മിസൈൽ കലാം 4 ബാലിസ്റ്റിക് മിസൈൽ. 16 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന നിർണായക ബില്ല് പാസാക്കിയ ആദ്യ രാജ്യം ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കുറവ് റൺസ് നേടിയ രാജ്യം ഐവറി കോസ്റ്റ് 7 റൺസ്. വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1. 2024 തീം ടേക്ക് ദ റൈറ്റ്സ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച 1-0 ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്. 29ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ആൻ ഹോൾ
ഹോങ്കോങ് ഫിലിം മേക്കർ. 2024 ഡിസംബറിൽ വഖഫ് ബോർഡ് പിരിച്ചുവിട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2024 നവംബറിൽ GI ടാഗ് ലഭിച്ച ഗുജറാത്തിലെ കരകൗശല ഉൽപ്പന്നം ഗാർചോള പരമ്പരാഗത സാരി ഇനം. കേരളത്തിൽ PhD അഡ്മിഷൻ നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി റിതിഷ. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര തൃശൂർ. 2024 നവംബറിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട രാജ്യം സിറിയ. 2023-24 വർഷത്തെ നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ്, കേരളം. 2024 ഡിസംബറിൽ പുതുതായി പ്രഖ്യാപിച്ച ഉത്തർപ്രദേശിലെ ജില്ല മഹാകുംഭ് പ്രദേശം പ്രയാഗ് രാജിൻ്റെ ഭാഗമായ പ്രദേശമാണിത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.